സത്യത്തിൽ ഇന്നലെ ചിലർ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ കരുതിയത് നവമാധ്യമങ്ങളിൽ അത്തരത്തിലുള്ള പ്രചരണം ചിലർ നടത്തുന്നു എന്നാണ്. അത് സ്വാഭാവികമാണ്. കാരണം സോഷ്യൽ മീഡിയ ഇപ്പോൾ അടിസ്ഥാനരഹിതമായ പ്രചരണം നടത്താനും പലരും ഉപയോഗിക്കുന്നുണ്ട്. അതിന് പറ്റിയൊരു ഇടമായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. അതിൽ വ്യാജ ഐഡിയകൾ, അത്തരത്തിലുള്ള ഐഡിയകളിലൂടെയുള്ള പ്രചരണം, അതെന്തും പറയാവുന്നൊരു സ്ഥലമായി മാറി. അതിനൊന്നും നമുക്ക് മറുപടി പറയേണ്ട കാര്യമില്ല. സത്യത്തിൽ അവഗണിച്ച് തള്ളാവുന്നേ ഉള്ളൂ. പക്ഷെ പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത്, അത് ഞെട്ടിപ്പോയി. ഇവിടുത്തെ മുൻ MLA അങ്ങനെ ഒരു പ്രയോഗം നടത്തിയിരിക്കുന്നു. പ്രളയ സമയത്ത് കണ്ടില്ല എന്ന് പറഞ്ഞു. അത് സത്യത്തിൽ ഞെട്ടലുളവാക്കിയൊരു കാര്യമാണ്. കാരണം കവളപ്പാറ ദുരന്തം എന്ന് പറഞ്ഞാൽ 2019 അല്ലേ? മാധ്യമപ്രവർത്തകർക്ക് ഓർമ്മയുണ്ടോ? 2019 കവളപ്പാറ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അപരിചിതമായ നാടല്ല. ഈ കവളപ്പാറ കഴിഞ്ഞ് ഭൂതാനത്തേക്ക് വന്ന് കടവ് കടന്ന് പോത്തുകല്ലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെയാണ് ഞാൻ ജീവിച്ചിരുന്നത് നീണ്ട കാലം. അപ്പോൾ അവിടെ നിന്നൊന്ന് ഉറക്കെ വിളിച്ചാൽ കേൾക്കുന്നത്ര ദൂരത്തിലുള്ളൊരു സ്ഥലമാണ് കവളപ്പാറ. 2019 ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് ഞാൻ മറ്റൊരു നിയമസഭാ മണ്ഡലത്തിലെ MLA ആയിരുന്നു. പക്ഷെ ഭാഗ്യവശാൽ ആ സമയത്ത് അവിടെ ഇത്തരത്തിലുള്ള കെടുതികളൊന്നും ഉണ്ടായില്ല. 2018 പ്രളയത്തിലാണ് തൃപ്പൂണിത്തുറയിലെ ചില ഭാഗങ്ങൾ ബാധിക്കപ്പെട്ടത്. 2019 അത്ര പ്രശ്നങ്ങളുണ്ടായില്ല. അതുകൊണ്ട് എനിക്ക് വരാവുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുകൂടി കാണണം. ഈ വാർത്ത പുലർച്ചെ അറിഞ്ഞ ഉടനെ തന്നെ ഇങ്ങോട്ട് പുറപ്പെടുക ചെയ്തത്. ആ യാത്ര തന്നെ വളരെ സാഹസികമായൊരു യാത്രയായിരുന്നു. വേണമെങ്കിൽ സമയമെടുത്ത് നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ ചന്തക്കുന്ന് കഴിഞ്ഞ് വെളിയന്തോട് നിന്ന് കരിമ്പുഴയിലേക്ക് ഞാൻ തോണിയിലാണ് ഈ റോഡിലൂടെ യാത്ര ചെയ്തത്. കാരണം ഒരാൾ പൊക്കത്തിൽ വെള്ളമായിരുന്നു. അത് വാഹന ഗതാഗതമെല്ലാം സ്തംഭിച്ച് സാഹസിക യാത്ര നടത്തിയാണ് അവിടെ എത്തുന്നത്. അത് പോട്ടെ, അത് നമ്മുടെ ഒരു അനുഭവം എന്ന് വെച്ചാൽ മതി. പക്ഷേ ഈ ദുരന്ത ഭൂമിയിൽ മിക്കവാറും ദിവസങ്ങളിൽ ഈ മുൻ MLAയും ഞാനും ഒരു കുടക്കീഴിലായിരുന്നു. അതാണ് എന്നെ ഞെട്ടിച്ച് കളഞ്ഞത്. ഒരു കുടക്കീഴിലാണ് ഞങ്ങൾ രണ്ടുപേരും പലയിടങ്ങളിലും പോയത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ അന്ന് വലിയൊരു കുടയുണ്ടായിരുന്നു. ചെന്നിറങ്ങിയപ്പോൾ പെട്ടെന്ന് എൻ്റെ കയ്യിൽ കുടയുണ്ടായില്ല. വളരെ സ്നേഹപൂർവ്വം ആ കുടയിൽ എന്നെയും കൂടി കൂട്ടിയിട്ടാണ് പലയിടത്തും പോയത്. എന്ന് മാത്രമല്ല, അദ്ദേഹം ഫേസ്ബുക്കിൽ അന്നൊരു പോസ്റ്റ് ഇട്ടു, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ എല്ലാം ഉണ്ട്, വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം അതൊക്കെ മറന്നിരിക്കുന്നു. എല്ലാം മറന്നു പോകുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളെയാണ് അദ്ദേഹം ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത് എന്ന് മാത്രമാണ് നമുക്കതിനെക്കുറിച്ച് പറയാൻ കഴിയുക. മറവിയല്ലേ, പ്രത്യേക സാഹചര്യങ്ങളല്ലേ, നമുക്കതൊക്കെ അങ്ങ് വിട്ടുകളയാം. അദ്ദേഹം ഒരു ദുഷ്ടലാക്കോടുകൂടി പറഞ്ഞതാവില്ല, മറന്നുകൊണ്ട് തന്നെ പറഞ്ഞാവും എന്നാണ് ഞാൻ കരുതുന്നത്. ഈ സമയത്ത് മറവി അദ്ദേഹത്തിൻ്റെ അനുഗ്രഹമാണ്. മറവി പലപ്പോഴും പലർക്കും അനുഗ്രഹമാണ്. ഈ KM ഷാജി കഴിഞ്ഞ ദിവസം പറയുന്നത് താങ്കൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ ഒരു പോസ്റ്റ് ഇട്ടു. അതിന് ഇപ്പോഴത്തെ നിലപാടറിയാൻ താല്പര്യമുണ്ട്. കാരണം അത് അനിവാര്യമായൊരു തിരിച്ചടിയായിരുന്നു. M സ്വരാജിന് എന്താണ് അതിൽ പറയാനുള്ളതെന്ന് KM ഷാജി ചോദിച്ചു. ഷാജി അങ്ങനെ എന്തെങ്കിലും ഒരു ദുഷ്ടബുദ്ധി കൊണ്ടൊന്നും പറഞ്ഞതാവില്ല. ഒരു തെരഞ്ഞെടുപ്പല്ലേ, തെരഞ്ഞെടുപ്പിൽ അത്ര രസത്തിലല്ലാത്ത മുന്നണിയിലെ ഒരു കക്ഷി മത്സരിക്കുമ്പോൾ ഞങ്ങളുടെ പൂർണ്ണ പിന്തുണയുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞാവുന്നേ ഞാൻ കരുതുന്നുള്ളൂ. കാരണം ഷാജിക്ക് എന്നോട് അങ്ങനെ എന്തെങ്കിലും എതിർപ്പോ വിരോധമോ ഒന്നുമില്ല. അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമാണ്. അദ്ദേഹം അത് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ എന്നോട് ഇഷ്ടമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം.